പ്രിയരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ സ്നേഹം വെളിപ്പെട്ടത് യേശുവിലാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ ദൈവജനത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മനുഷ്യവംശത്തിൻ്റെ പാപമേറ്റെടുത്ത് ഒരുവൻ ഈ ഭൂമിയിൽ ജീവിച്ചു, മരിച്ചു. ഈ സഹനമരണങ്ങളുടെ യോഗ്യതയാൽ ഇന്ന് ഞാനും നിങ്ങളും രക്ഷ അനുഭവിക്കുന്നു. കുരിശിൽ നമുക്ക് വേണ്ടി പെടഞ്ഞു വീണു മരിച്ച യേശുവിൻ്റെ ആ ത്യാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്നേഹം എന്നല്ലാതെ പിന്നെ എന്താണ് പറയുക? ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സഹന മരണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മളും ഒരു യാത്രയിലാണ്. കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് എന്നോടും നിന്നോടും ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യം: ജീവിതത്തിൽ നിനക്ക് സംതൃപ്തിയുണ്ടോ? സംതൃപ്തിയില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില മോഹഭംഗങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തം. ഈ യാത്രയിൽ നമ്മൾ ധ്യാനിക്കുകയാണ് അതിമോഹത്തെക്കുറിച്ച്. അതിമോഹം. പ്രിയരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം സ്വയം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ചോദിക്കുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്: കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? ഈ നോമ്പ് കാലഘട്ടത്തിൽ കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് എന്നോടും നിന്നോടും മാറി മാറി ഈ ചോദ്യം ചോദിക്കുകയാണ്. നിനക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ? തൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം തികഞ്ഞ വ്യക്തിയാണോ എന്നുള്ളതല്ല, മറിച്ച് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സംതൃപ്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഭർത്താവെ, നിന്റെ ജീവിതത്തിൽ സംതൃപ്തനായ ഒരു ഭർത്താവാണോ നീ? ഭാര്യമാർ സ്വയം ചിന്തിക്കുക. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ? മകനാവാം, മകളാവാം, ഒരു വൈദികനാവാം, ഒരു കന്യാസ്ത്രീയാവാം. കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്: നിനക്ക് സംതൃപ്തിയുണ്ടോ? സംതൃപ്തി ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഒരു വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴാണോ സംതൃപ്തി കുറയുന്നത്, ആ വ്യക്തി ഒരു കലാപകാരിയായി മാറും. അത് കുടുംബത്തിൽ മാത്രമല്ല,
ജീവിതത്തിൻ്റെ ഏത് തുറകളിലും അത് സംഭവിക്കും. സംതൃപ്തരല്ലാത്തവർ കലാപകാരികളായി മാറും. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് അപ്രകാരം സംതൃപ്തരല്ലാത്ത ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിത ചരിത്രത്തിൽ നിന്നാണ്. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് അപ്രകാരം ജീവിതത്തിൽ സംതൃപ്തി നഷ്ടപ്പെട്ടു പോയ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിത അനുഭവത്തിൽ നിന്നാണ്. ആദി മനുഷ്യരുടെ പാപത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ചരിത്രം എഴുതിയിരിക്കുന്നത് ഒരിക്കലും ആദി മനുഷ്യരല്ലല്ലോ, മറിച്ച് പാപത്തെക്കുറിച്ച് ഗഹനമായ ചിന്തയിലൂടെ കടന്നുപോയ എഴുത്തുകാരൻ പരിശുദ്ധാത്മാവിൽ കൃത്യമായി കോറിയിട്ടിരിക്കുന്നതാണ് ആദി മനുഷ്യൻ്റെ ചരിത്രം. എന്താണ് ആദി മനുഷ്യൻ്റെ പാപത്തിൻ്റെ കാരണം എന്ന് നമ്മൾ ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ സംതൃപ്തരല്ലായിരുന്നു. ഏദൻ തോട്ടത്തിൽ തിന്നാൻ ഒന്നുമില്ലാഞ്ഞിട്ടാണോ തിന്നരുതെന്ന് പറഞ്ഞിരുന്ന ആ മരത്തിൽ നിന്ന് തന്നെ പഴം കഴിക്കാൻ അവർ തീരുമാനിച്ചത്? മരത്തിലൂടെ എഴഞ്ഞു നീങ്ങിയ ആ സർപ്പം അവരോട് പറഞ്ഞത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിച്ചാൽ മതിയോ? നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആവണ്ടേ? ദൈവത്തെ പോലെ ആകാനുള്ള വലിയ ഒരു അതിമോഹം സർപ്പം ആദത്തിൻ്റെയും ഹൗവായുടെയും ഉള്ളിൽ നിക്ഷേപിച്ചു. അവരായിരുന്ന അവസ്ഥയിൽ അവർ തൃപ്തരല്ല എന്ന് അവർക്ക് തന്നെ ഈ സർപ്പം തോന്നിപ്പിച്ചു. ഈ പഴം തിന്നാൽ നീ മരിക്കില്ല, മറിച്ച് ദൈവത്തെ പോലെയാകും. അവരുടെ ഉള്ളിൽ വളരെ വ്യക്തമായി ഒരു മോഹം ജനിപ്പിച്ച് സർപ്പം പ്രവർത്തിക്കുകയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ കൃത്യം വ്യക്തമായി ഈ ആത്മീയ രഹസ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആദി മാതാപിതാക്കളുടെ ഉള്ളിൽ ഈ മോഹം ജനിപ്പിക്കപ്പെട്ടപ്പോൾ ആ മോഹം ഒരു പാപത്തെ ജനിപ്പിച്ചു. വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ആദി മാതാപിതാക്കളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ട ഈ അതിമോഹം അത് വളർന്ന് പാപമായി, ആ പാപം ഒരു മരണത്തിൽ അവസാനിക്കുകയാണ്. ആദി മാതാപിതാക്കളുടെ ചരിത്രം ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ഗ്രന്ഥകാരൻ കുറിച്ചു വച്ചിരിക്കുന്നത്, വ്യക്തികളുടെ ഉള്ളിൽ അതിമോഹം കടന്നു വരുമ്പോൾ അതൊരു പാപവാസനയിലേക്കും പിന്നീട് തീരാത്ത കണ്ണുനീരിലേക്കും ഇരുട്ടിലേക്കും ഒരു മനുഷ്യൻ കടന്നുപോകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ
വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ശ്രദ്ധിച്ചു പഠിക്കണം. യാക്കോബ് ശ്ലീഹ എന്നോടും നിന്നോടും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ അവബോധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുരുക്കിലാകുമ്പോഴാണ്. സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെടുക. സർപ്പം ഇന്നും എഴയുന്നുണ്ട്. അത് മരത്തിലല്ല, മറിച്ച് ദാ എൻ്റെയും നിന്റെയും മനസ്സിലാണ്. വ്യത്യസ്തമായിട്ടുള്ള ദുർമോഹങ്ങളുടെ മേഖലകൾ ഈ സർപ്പം നമ്മുടെ മുമ്പിൽ ഓരോ നിമിഷവും അവതരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ ചെന്നെത്തുന്നത് സംതൃപ്തിയില്ലാത്ത കലാപം നിറഞ്ഞ ഒരു ജീവിത അവസ്ഥയിലേക്കാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ സുപരിചിതനായ ധൂർത്തപുത്രനെ കുറിച്ച് ധ്യാനിക്കൂ. ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങിയത് എന്തുകൊണ്ടാണ്? അവൻ ആ വീട്ടിൽ തിന്നാനും കുടിക്കാനുമില്ലേ? അവനെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ അവിടെ ആരുമില്ലേ? എല്ലാം തികഞ്ഞ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് ധൂർത്തപുത്രൻ പടിയിറങ്ങുന്നത്. അവൻ്റെ ഉള്ളിൽ മോഹം ജനിപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ പോരാ, ഇതിൽ നിന്നും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഞാൻ മാറണം. ഭൗതികമായിട്ടുള്ള ഒരു സമൃദ്ധിയുടെ മെച്ചപ്പെടലാണ് ധൂർത്തപുത്രന്റെ മനസ്സിൽ തെളിഞ്ഞത്. ആത്മീയമായി വളരാനുള്ള മെച്ചപ്പെടലല്ല, മറിച്ച് കൂടുതൽ ജീവിത സൗകര്യങ്ങൾ എനിക്ക് വേണം. അതുകൊണ്ടാണ് അവൻ ആ വീട് വിട്ടിറങ്ങുന്നത്. കിട്ടിയ സമ്പത്തെല്ലാം വാരിക്കൂട്ടി അവനത് ആസ്വദിക്കാൻ ഇറങ്ങുമ്പോൾ, ഇക്കാലം അത്രയും ഞാൻ ആസ്വദിച്ചതൊന്നും എനിക്ക് പോരാ, കൂടുതൽ 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 ഞാൻ ആസ്വദിക്കണം, ഈ വലിയ അതിമോഹം അവൻ്റെ ഉള്ളിൽ അത്രമേൽ അവനെ സ്വാധീനിച്ചു. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് പന്നിക്കുഴിയിലാണ്. പന്നി തിന്നിരുന്ന തവിട് പോലും കിട്ടാതെ വരുന്ന ഗതികെട്ട നിമിഷത്തിലാണ് അവൻ മുകളിലേക്ക് നോക്കുന്നത്. ഈ ആത്മീയ യാത്രയിൽ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ദാ ധൂർത്തപുത്രൻ പഠിപ്പിക്കുകയാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ സന്തോഷം നിലനിൽക്കുന്നത്, സന്തോഷത്തിൻ്റെ മാനദണ്ഡം ആയിരിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്ന ഭാര്യയും ഭർത്താവും 3 കുട്ടികളും വളരെ ഭാരപ്പെട്ടാണ് അവർ ധ്യാന മന്ദിരത്തിൽ വന്നിരിക്കുന്നത്. ചോദിച്ചു വന്നപ്പോൾ ഇവരുടെ ഭാരത്തിൻ്റെ കാരണം ഇങ്ങനെയാണ്. കുറെ നാളുകളായി കാനഡ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഈ കുടുംബം ഇവിടെ നിന്ന് പോയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും സാധിക്കും. സ്ഥിര വരുമാനമുണ്ട്, സ്വന്തമായൊരു വീടുണ്ട്, മക്കൾക്ക് പഠിക്കുവാൻ സ്കൂളും സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കാനഡ എന്ന് പറയുന്ന ദേശത്തേക്ക് നിങ്ങൾ പോകുന്നത്?
അവർ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: അച്ചോ, എനിക്ക് പരിചയമുള്ള പലരും ആ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പല സുഹൃത്തുക്കളും അവിടെയുണ്ട്. പലരും ഞങ്ങളെ നിർബന്ധിക്കുന്നു. തോബിത്തിന്റെ പുസ്തകത്തിലെ ചോദ്യം വളരെ പ്രസക്തമാണ്. കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെട്ടുകൂടെ? നമ്മളാരും നമുക്ക് ലഭിച്ച ദൈവിക സൗകര്യങ്ങളിൽ നമ്മൾ തൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു പലരും പറയുന്ന കാര്യത്തിലും മറ്റു പലരും ചെയ്യുന്ന കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടും. അവരുടേതായ ജീവിത സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മൾ ശ്രമിക്കും. കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അത് ചെന്ന് അവസാനിക്കുന്നത് അസ്വസ്ഥതയിലാണ്. മഹാനായ ലിയോ ടോൾസ്റ്റോയുടെ സുന്ദരമായ ഒരു കഥയുടെ തലക്കെട്ട് ഇങ്ങനെയല്ലേ: 6 അടി മണ്ണ്. 6 അടി മണ്ണിലേക്കുള്ള ഒരു മനുഷ്യന്റെ യാത്ര ആരംഭിക്കുന്നത് മോഹങ്ങളിലൂടെയാണ്. എത്ര കിട്ടിയാലും ഒരിക്കലും തൃപ്തി വരാത്ത ഒരു മനസ്സിനെയാണ് ആ ഗ്രന്ഥകാരൻ വരച്ചു കാണിക്കുന്നത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെയും നിന്റെയും മനസ്സിൽ അപ്രകാരം അതിമോഹത്തിൻ്റെ ഒരു പാപവാസന നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം ഇരിക്കുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണോ? 2 നില വീട് പണിത കുടുംബം വലിയ ഭാരത്തിലും ദുഃഖത്തിലുമാണ്. വീട് പണിതു, വെഞ്ചരിപ്പ് നടത്തി, പക്ഷേ ആ വീട്ടിൽ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം കൊടുത്തു തീർക്കേണ്ട വലിയ ഭാരം, കൊടുത്തു തീർക്കേണ്ട വലിയ സാമ്പത്തിക ഭാരം ഇവരെ വേട്ടയാടുകയാണ്. പുതിയ വീടിൻ്റെ മുമ്പിൽ ബാങ്കുകാര്, നാട്ടുകാര്, വീട്ടുകാര് എന്ന് തുടങ്ങി ഇവർ കൊടുത്തു തീർക്കേണ്ട വലിയ സാമ്പത്തിക ഭാരത്തിൻ്റെ ആവശ്യക്കാർ ദിവസവും ശല്യപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇപ്രകാരം ഇത്രയും വലിയ വീട് വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ഇങ്ങനെയാണ്: അച്ചോ, ചുറ്റുവട്ടത്തെ വീടുകളൊക്കെ നോക്കൂ. അവരൊക്കെ വലിയ വീട് വെച്ചിരിക്കുമ്പോൾ ഞങ്ങളും വലിയ വീട് വെക്കണ്ടേ? വലിയ വീട് നിനക്കാവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിനക്കായിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തണം. കൊല്ലപ്പെടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ സ്വഭാവ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സംതൃപ്തിയുണ്ടോ? കല്യാണം കഴിച്ചു വന്ന പെണ്ണ് ദിവസവും രാവിലെ മുതൽ പലതവണ ആവർത്തിച്ചു പറയുകയാണ്: എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല. എന്താണതിൻ്റെ അർത്ഥം? എൻ്റെ വീട്ടിലെ രീതികൾ ഇങ്ങനെയൊന്നുമല്ല എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി ആ പെണ്ണ് പറയുന്നൊരു കാര്യമുണ്ട്: ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ വീട്ടിലേതാണ് വളരെ പ്രധാനപ്പെട്ടത്. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക എന്നുള്ളത് ആത്മീയ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും എടുക്കേണ്ട ഒരു നിലപാടാണ്. നമ്മുടെയൊക്കെ സ്വഭാവ രീതികളിൽ ഈ സർപ്പം അത് വല്ലാതെ ഇഴയുന്നുണ്ട്. മറ്റെന്തോ ആകാൻ വേണ്ടി വല്ലാതെ നമ്മൾ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അപ്രകാരമുള്ള ഓരോ യാത്രയും ചെന്ന് അവസാനിക്കുന്നത്
ആദി മനുഷ്യരായ ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിത അനുഭവത്തിലാണ്. ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ട് ജീവിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ശ്രദ്ധിക്കണം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കുകയില്ല. ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശുവിൻ്റെ സഹന മരണങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ വചനം നമ്മളോട് വളരെ വ്യക്തിപരമായി ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വെട്ടിപ്പിടിക്കുവാൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ തിരിച്ചറിയണം, ഒന്നും തന്നെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല. ഈ ഭൂമിയിലേക്ക് ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. വെറും 6 അടി മണ്ണിലേക്കുള്ള ഒരു യാത്രയിലാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അങ്ങനെയെങ്കിൽ ഈ യാത്രയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളത് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു കുറവ് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. ദൈവം ഇത്രമാത്രം അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആ ദൈവജനത്തെ നടത്തി. പക്ഷേ ഇസ്രായേൽ ജനം അവരൊരിക്കലും സംതൃപ്തരല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പിറുപിറുക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന, പരാതി പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ചെങ്കടൽ കടന്നു ചെന്ന ജനമാണ് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കുന്നത്. മന്നായും കാടപ്പക്ഷിയും ലഭിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനമാണ് ഞങ്ങൾക്ക് വിശപ്പിനൊന്നുമില്ലേ എന്നും പറഞ്ഞ് പരാതിപ്പെടുന്നത്. അവരുടെ ഉള്ളിൽ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ അനുഭവിച്ച ചില കാര്യങ്ങളാണ് അവർക്ക് മധുരമായി തോന്നിയത്. അവരുടെ യാത്രയിൽ പലപ്പോഴും അവർ ഈ അതൃപ്തി പ്രകടിപ്പിച്ചു. ദൈവം അവരോട് പലതവണ കോപിച്ചു. ആ കോപത്തിൻ്റെ കാരണം അവർ സംതൃപ്തരല്ലായിരുന്നു. പ്രിയരെ, നമ്മളും യാത്രയിലാണ്. ജീവിതമാകുന്ന യാത്ര. യേശു ഇതാ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എൻ്റെയും നിൻ്റെയും മുമ്പിൽ ഈ ചോദ്യം ചേർത്ത് വയ്ക്കുകയാണ്. ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? പ്രലോഭനത്തിൻ്റെ അനന്തമായ സാധ്യതകൾ സർപ്പം കൊണ്ട് വയ്ക്കുമ്പോൾ ആ സാധ്യതകളെ അതിജീവിക്കണമെങ്കിൽ നിശ്ചയമായും ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് വേണം. ഈ യാത്രയിൽ അപ്രകാരമുള്ള ഒരു മനസ്സ് നമുക്ക് സ്വന്തമാക്കാം. തോബിത്തിന്റെ പുസ്തകം എന്നോടും നിന്നോടും ചോദിക്കുന്നു, ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ? ആമേൻ.